അയാൾ ഒരു പാൻകേക്ക് ഉണ്ടാക്കിയാലോ. ഒരു പാവ് എടുക്കുക, നന്നായിട്ട് ഫോർക്ക് വെച്ചിട്ടോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടോ ഒന്ന് സ്മാഷ് ചെയ്യുക. എന്നിട്ട് അത് നല്ല സ്മാഷ് ആയതിനു ശേഷം നമ്മൾ അതിലേക്ക് 2 മുട്ട ഒഴിക്കാം. ആ മുട്ട ആ പഴത്തിൻ്റെ ഇതിൽ നന്നായിട്ട് മിക്സ് ആക്കാം. നന്നായിട്ട് മിക്സായിട്ട് അതൊരു പേസ്റ്റ് പോലെ ആവും. ആ പേസ്റ്റ് പോലെ ആയിട്ടില്ല, ഇപ്പോൾ ഇത് നല്ലൊരു പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എന്താക്കണം, ഒരു 3 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് ഇതിൽ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു അത്യാവശ്യം വലിയൊരു റോബസ്റ്റ പഴവും 2 മുട്ടയാണ്. അപ്പോൾ നിങ്ങളൊരു പഴത്തിൻ്റെ പകുതിയും അതുപോലെ തന്നെ 1 മുട്ടയാണ് ഇടണമെന്നുണ്ടെങ്കിൽ ഓട്സിൻ്റെ അളവ് അതിനനുസരിച്ചിട്ട് കുറക്കുക. ഒരു 2 ടേബിൾ സ്പൂണോ 1.25 ടേബിൾ സ്പൂണൊക്കെ എടുത്താൽ മതി. ഇത് ഞാൻ 2 മുട്ടയും 1 പഴം എടുത്തതുകൊണ്ടാണ് ഒരു 3.5 ടേബിൾ സ്പൂണ് ഓട്സാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് നല്ലൊരു തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആയിട്ട് വരും, ഈ ഒരു രൂപത്തിൽ വരും. എന്നിട്ട് നമ്മൾ അടുപ്പിലൊരു പാൻ വെക്കുക, അതിലേക്ക് ഒലിവ് ഓയിൽ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബനാന ഇങ്ങനെ അടുക്കി വെക്കുക, ഒരു റൗണ്ട് ഷേപ്പിൽ വെക്കുക. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ഇങ്ങനെ റൗണ്ടാക്കി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബനാന എടുത്തിട്ടുള്ളത്, ഒരു റോബസ്റ്റ പഴം. അത് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇത് ഒഴിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണേ. അതായത് ആ ബാറ്റർ ആ പാനിൻ്റെ എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു 5 to 6 മിനിറ്റ്സ് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പഴമാണ് അടിയിൽ, അതുകൊണ്ട് കരിഞ്ഞു പോകും, ശ്രദ്ധിക്കണം. സോ അതൊരു സൈഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ മുകൾ ഭാഗം കൂടി വേവിച്ചെടുക്കണം. അതിന് നമ്മൾ വേറൊരു പാനക്ക് മാറ്റണം. ആ പാനക്ക് മാറ്റുക എന്നുള്ളത് ഭയങ്കര റിസ്ക് പിടിച്ചിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് ആ പാന് മൊത്തം ഒലിവ് ഓയിൽ നന്നായിട്ട് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മളിത് എങ്ങനെ ആക്കി ഈ ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയ പാൻ കേക്ക് ഈ പാത്രത്തേക്ക് മാറ്റണമല്ലോ. അത് കുറച്ച് ടാസ്ക്കാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഇതിൻ്റെ പോലെ അബദ്ധങ്ങളൊന്നും കാണിക്കരുത്. നിങ്ങളൊരു ഐഡിയ വെച്ചിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ അതിലേക്ക് ഫ്ലിപ്പ് ചെയ്തിട്ടിടുക. എന്നിട്ട് ആ ഭാഗം കൂടി വേവിക്കണം. സോ ഞാൻ ഈ കാണിക്കുന്ന പരാക്രമം കുറച്ച് ഇതിൽ കൂടുതലുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. സോ ഞാൻ രണ്ടാമതെടുത്ത പാന് ഈ പാനിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു ടർക്കി വെച്ചിട്ട് നല്ല പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഫ്ലിപ്പ് ചെയ്യുകയാണ് ചെയ്തത്. അത് മേലേക്ക് വീഴാനുള്ള സാധ്യത നല്ലതുപോലെ ഉണ്ട്, പൊള്ളാനും ഒക്കെ സാധ്യത ഉണ്ട്. സോ ഗായ്സ്, നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്. നിങ്ങളോട് ഐഡിയ വെച്ചിട്ട് ശ്രദ്ധിച്ചിട്ട് പൊള്ളാതെ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യാം, ഓക്കെ. എന്നിട്ട് നമ്മൾ അത് അടച്ചു വെച്ചിട്ട് ആ സൈഡും കൂടി നന്നായിട്ട് വേവിച്ചെടുക്കുക, ഓക്കെ. ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ടായിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും കൂടി നല്ലോണം വേവിച്ചതിന് ശേഷം നമുക്കിത് കഴിക്കാം. സോ ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മളൊന്ന് അടച്ചു വെച്ചിട്ട് വേണം കേട്ടോ വേവിക്കാൻ, അതർവൈസ് ശരിക്കും വെന്ത് കിട്ടില്ല. സോ ഇതൊരു അധിക ടൈമൊന്നും എടുക്കണ്ട, ഒരു 2-3 ഒരു 4 മിനിറ്റ് മാക്സിമം, ഒരു 4 മിനിറ്റിൽ അതും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി നമുക്കത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇത് വേറൊരു പാത്രത്തേക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റിലേക്ക് മാറ്റുമ്പോൾ അത് പൊട്ടാതെ ശ്രദ്ധിക്കണേ. പൊട്ടി വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ പൊട്ടാതെ കിട്ടുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു പെർഫെക്ഷൻ. സോ നമ്മുടെ പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് തേനൊക്കെ ഒഴിച്ചിട്ട് വേണമെങ്കിൽ കഴിക്കാം, ഡേറ്റ്സിൻ്റെ സിറപ്പ് വേണമെങ്കിൽ ഒഴിക്കാം. അത് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം വെച്ചാൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ തേൻ ഒഴിച്ചിട്ടാണ് കഴിക്കണത്. ഇത് ഭയങ്കര ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. പിന്നെ അത് ഒലിവ് ഓയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സോ നമുക്ക് കുറച്ച് ഹെൽത്തി വേർഷനാണ് നമ്മൾ നോക്കുന്നത്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം, നമുക്ക് ബ്രഞ്ചായിട്ട് കഴിക്കാം, ഡിന്നറായിട്ട് കഴിക്കാം. ഞാനിപ്പോൾ ഇത് ഒരു ബ്രഞ്ചായിട്ടാണ് കഴിക്കുന്നത്. സോ ടേസ്റ്റിയാണ്, യമ്മിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സോ ഗൈസ്, ബൈ, സീ യു അണ്ടിൽ നെക്സ്റ്റ് ടൈം, ടേക്ക് കെയർ.